നമ്മുടെ കാഴ്ച കുറെ കൂടി വ്യക്തതയുള്ളതാക്കി തമ്പുരാനെ പിൻപറ്റി ഓശാനയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഈ തിരുവചന ധ്യാനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യൻ്റെ പേര് ഈ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബർത്തീമായി എന്നാണ്. ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ പേരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു വസ്തുത. അതൊരു അറിവിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബർത്തീമായി, ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനെ സൂചിപ്പിക്കുന്ന ഒരു സംജ്ഞ മാത്രമാണ്. ബർനബാസ്, നബാസിൻ്റെ പുത്രൻ അല്ലെങ്കിൽ പ്രബോധന പുത്രൻ എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് പോലെ തീമായുടെ മകൻ എന്നുള്ളതായ തലത്തിൽ അവനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒന്ന് വിശേഷിപ്പിക്കുവാൻ വേണ്ടി വിശുദ്ധനായ മർക്കോസ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ മക്കളുടെ പേരറിയില്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെ അത്